ഈ മനോഹരമായ ദിവസം സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ അടുത്തേക്കും, പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കും, മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടി അവസരം ഒരുക്കി തന്നതിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. പകലത്തെ എല്ലാ കാര്യങ്ങളും സന്ധ്യയാകുമ്പോൾ സൂര്യനസ്തമനത്തോടുകൂടി അത് അവസാനിക്കുന്നു. നാം ചിന്തിക്കുമ്പോൾ ലോകത്തിൽ വളരെ ശക്തിമാന്മാരായ ആളുകൾ അതാത് കാലഘട്ടങ്ങളിൽ, ശക്തി കുറഞ്ഞവരും അതാത് കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്, വലിയവരായി തീർന്നിട്ടുണ്ട്. ദുഷ്ടന്മാരും വളർന്നിട്ടുണ്ട്, വലിയവരായി തീർന്നിട്ടുണ്ട്. കൊള്ളക്കാരും കവർച്ചക്കാരും ഒക്കെയും ഭരണകർത്താക്കളും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ബിരുദന്മാരായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, ബുദ്ധിശാലികളായ ആളുകൾ ഒക്കെ അവരുടെ പകൽ സമയങ്ങളിൽ അവർ വളരെയധികം ശോഭിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. എന്നാൽ സന്ധ്യയാകുന്ന സമയത്ത്, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും എന്നുള്ളതും നാം മനസ്സിലാക്കണം. ഇരുട്ടി വ്യാപിക്കും. മനുഷ്യൻ പ്രവർത്തിച്ചുകൂടാത്ത അവസ്ഥാവിശേഷങ്ങൾ എത്തിച്ചേരും. നല്ലവനായ മനുഷ്യനും മരിക്കും, ദുഷ്ടനായ മനുഷ്യനും മരിക്കും, ദൈവഭക്തനായ മനുഷ്യനും മരിക്കും, ഈശ്വര വിശ്വാസിയല്ലാത്ത മനുഷ്യനും മരിക്കും, നിരീശ്വരവാദിയും മരിക്കും. എല്ലാവരും ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് കടന്നുപോയേ മതിയാകൂ. നമ്മൾ ഉയർത്തുന്ന മനുഷ്യർ, ഉദാഹരണം, ഒരു പുരോഹിതനെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ സാധാരണ മനുഷ്യനായിരുന്നു. ജനങ്ങൾ അവരെ ഉയർത്തി സമൂഹത്തിലെ മാന്യന്മാരാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ, മന്ത്രിമാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ പ്രസിഡന്റ്, അങ്ങനെയുള്ള ഉന്നത സ്ഥാനങ്ങളിൽ അവരെ എത്തിച്ചേർത്തുന്നു. എന്നാൽ അവരുടെ കാലഘട്ടങ്ങളിൽ അവരവരുടേതായിട്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന ചിലരെ നമുക്ക് കാണുവാൻ കഴിയും. ജനനന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ ഉണ്ട്. അതിന് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്നാൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളും ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എല്ലാവരും സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന കാലാവധി കഴിയുമ്പോൾ ഇവിടെ നിന്ന് മറിയാവൂ, പോയേ പറ്റൂ. പിന്നെ നാം എന്തിനാണ് ഈ ലോകത്തിൽ ഈ കാണുന്ന കോക്കാമ്പിച്ചിക്കൊക്കെ സമരം, വൈകാൽ അക്രമം, അനീതി, ഇതിനൊക്കെ നാം കൂട്ടുനിൽക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് ചോദിക്കുകയാണ്. ബുദ്ധിമാനായ മനുഷ്യൻ അവന് കൈക്കൂലി വാങ്ങിക്കാറുണ്ട്. അവന് സമൂഹത്തിലെ ഉന്നത ശ്രേണി എത്തുവാൻ ഏത് നികൃഷ്ട പ്രവർത്തനം ചെയ്യുവാനായിട്ട് അവൻ തയ്യാറെടുക്കുന്നു, പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ അവന് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. എന്നാൽ പിൽക്കാലത്ത് അവന് അതിൽ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈശ്വരൻ, അല്ലെ ദൈവം, അല്ല അള്ളാഹു ഉയർത്തുന്ന മനുഷ്യൻ, അവൻ ആരുമായിക്കോട്ടെ, ഈശ്വരൻ, ദൈവം ഉയർത്തുന്ന മനുഷ്യൻ ആരുമായിക്കോട്ടെ, അവൻ ഉയർന്ന് പന്തലിച്ച് വരും. അവന് ലോകമുള്ള കാലത്തോളവും ഈ ലോകത്തിൽ അവൻ സമ്പൽ സമൃദ്ധമായി ആനന്ദത്തോടും സുഖത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ സാധിക്കും. എത്രയോ പുരോഹിതന്മാരുടെ മക്കൾ, എത്രയോ പുരോഹിത കുടുംബങ്ങൾ, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുടുംബങ്ങൾ അന്ധകാരത്തിൽ, കഷ്ടതയിൽ, ദുഃഖത്തിൽ, മനപ്രയാസത്തിൽ കഴിഞ്ഞുകൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ലാഞ്ഞാണോ? പുരോഹിതന്മാർക്ക് ഈശ്വരവിശ്വാസം ഇല്ലാഞ്ഞാണോ? ദൈവ വേല ചെയ്യാത്തത് കൊണ്ടാണോ? അവർ മറ്റുള്ളവരെ നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ല. അവരുടെ പ്രവർത്തനങ്ങൾ തെറ്റായ രീതിയിൽ, ദിശയിലൂടെ അവരെ കൊണ്ടുപോയതിന് ഫലമായി, തൽഫലമായി അവർക്ക് കഷ്ടത, ദുഃഖം അനുഭവിക്കേണ്ടതിൽ വരും. മനുഷ്യ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, രാഷ്ട്രത്തെ സേവിക്കുക,
രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അക്രമവും അനീതിയും ദുഷ്ടതയും പിടിച്ചു പറയും, കള്ളവും ചതിയും ഒന്നും മനുഷ്യവർഗത്തിന് ചേർന്നതല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അങ്ങനെ ചെയ്ത് സമ്പാദ്യങ്ങൾ കൂട്ടിയ അല്ലെങ്കിൽ ഉന്നതസ്ഥാനിയെ എത്തിച്ചേർന്ന ആളുകളെ നമ്മൾ പിൽക്കാലത്ത് കാണുമ്പോൾ നിരാശന്മാരായി, ദുഃഖിതരായി, വളരെ പ്രയാസപ്പെട്ട രോഗശയ്യയിൽ ആയിത്തീരുന്ന അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നതായിട്ട് ഈ ലോകത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയും. അവൻ മരിക്കുന്നു, അല്ലെങ്കിൽ ലോകത്തിൽ അവൻ വേർപെട്ട് കഴിയുമ്പോൾ ജനസമൂഹങ്ങൾ, ജനസാഗരം അവന് ചുറ്റും കടന്നുകൂടുകയാണ്. പുരോഹിതവർഗം, മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ സാമൂഹിക പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, മന്ത്രിമാർ, പ്രധാനമന്ത്രി എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥവൃന്ദങ്ങളെല്ലാം കടന്നു വന്നിട്ട് പറയും, ഈ മനുഷ്യൻ നല്ലവനായിരുന്നു, അതുപോലെ അവൻ കാണിച്ചിട്ടുള്ളത് മൊത്തം ദുഷ്ടതയാണ്, അവൻ ചെയ്തിട്ടുള്ള കൂട്ടിയതെല്ലാം അക്രമവും അനീതിയുമാണ്. പക്ഷേ അവനെ കണ്ടുകൊണ്ട് ഇവർ പറയുന്നത് എങ്ങനെയാണ്? നല്ല മനുഷ്യനാണ്, സ്വർഗം ഈ മനുഷ്യന് കിട്ടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹേ ബുദ്ധിഹീനായ മനുഷ്യ, നിനക്കിത് സ്വർഗം ഇവന് കിട്ടുമോ ഇല്ലയോ എന്ന് പറയുവാൻ നിനക്ക് യോഗ്യതയുണ്ടോ? എൻ്റെ പുരോഹിത വർഗമേ, ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് പറയണം, ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ? നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പ്രസംഗിക്കും, ഈ മനുഷ്യൻ സ്വർഗത്തിൽ പോകും, അദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നടക്കാനാ? നീയും നിൻ്റെ പ്രവർത്തകരും നരകക്കുഴിയിൽ തന്നെ പോകുമെന്നുള്ളത് ഈ ലോകം നമുക്ക് കാണിച്ചു തന്ന സംഭവമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ച് നന്മ ചെയ്യാം, കുറച്ചായിട്ട് നല്ല രീതിയിൽ നമ്മളെ കഴിയുന്ന രീതിയിൽ ജീവിക്കാം, രാഷ്ട്രത്തെ സേവിക്കാം, ജനങ്ങളെ സേവിക്കാം, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇതിലൊക്കെ ഉപരി ദൈവനാമത്വത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ ഇടവരട്ടെ. ഈശ്വരൻ നമ്മളെ കടാക്ഷിക്കട്ടെ, ദൈവങ്ങൾ കടാക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. എൻ്റെ പേര് ബേബി മലശ്ശേരി. താങ്ക് യു വെരി മച്ച്.